ഇന്ത്യൻ രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്നവർ ഏറെ കൗതുകത്തോടെ കാത്തിരിക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പാർട്ടി കോൺഗ്രസുകളിൽ നിന്നുയരുന്ന ചർച്ചകളും നിലപാടുകളും. പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥി ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെടുകയും പാർട്ടിയുടെ പേരിൽ അവർ സ്വീകരിക്കുന്ന നിലപാടുകൾ വാദപ്രതിവാദങ്ങൾക്ക് വിധേയമാവുകയും ചെയ്യുന്നുണ്ട്. CPM 24-ാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ ആരംഭിക്കുന്നതിന് മുന്നോടിയായി ഇന്ത്യൻ ഭരണകൂടത്തോടുള്ള പാർട്ടിയുടെ സമീപനത്തെ പറ്റിയും ഫാസിസത്തെയും കുറിച്ച വലിയ ചർച്ചകളാണ് രൂപപ്പെട്ടത്. CPM-ന്റെ ചരിത്രത്തിൽ ആദ്യമായി കോർഡിനേറ്റർ എന്ന പദവിയിൽ ചുമതലപ്പെടുത്തിയ പ്രകാശ് കാരാട്ടിന്റെ നിലപാടുകൾ എന്ന നിലയിൽ മാധ്യമങ്ങളിൽ ഫാസിസത്തെക്കുറിച്ച് നിരവധി തവണ ചർച്ച ചെയ്യപ്പെടുന്നു. ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മരണത്തെ തുടർന്നാണ് പ്രകാശ് കാരാട്ടിനെ കോർഡിനേറ്റർ എന്ന ചുമതല പാർട്ടി ഏൽപ്പിച്ചത്. CPM-ന്റെ 24-ാം പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞാൽ CPI-യുടെ 25-ാം പാർട്ടി കോൺഗ്രസ് സെപ്റ്റംബർ 21 മുതൽ 25 വരെ ചണ്ഡീഗഡിൽ വെച്ച് നടക്കും. രണ്ട് പാർട്ടികളുടെയും പാർട്ടി കോൺഗ്രസുകൾ നടക്കുമ്പോൾ പാർട്ടിയുടെ പിറവി മുതൽ കോൺഗ്രസ് പാർട്ടിയോടുള്ള സമീപനം വരെ എല്ലാ കാലത്തും സജീവമായ ചർച്ചകൾ വിധേയമാവാറുണ്ട്. 1964-ൽ CPI-യുടെ നാഷണൽ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന 32 പേർ ചേർന്നാണ് CPIM രൂപീകരിച്ചത്. അന്നിറങ്ങി വന്നവരിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് ഏക നേതാവ് VS അച്യുതാനന്ദൻ മാത്രമാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ദൗർഭാഗ്യകരമായ സംഭവം എന്ന നിലയിലാണ് 64-ലെ പിളർപ്പിനെ CPI ഇപ്പോഴും പരാമർശിക്കുന്നത്. 64-ൽ ഭിന്നിക്കുന്നതുവരെ നിർണായകമായ രാഷ്ട്രീയ ശക്തിയായിരുന്നു ഇന്ത്യൻ CPI. കേന്ദ്രതലത്തിലെ ഭിന്നാഭിപ്രായങ്ങൾ, വിപ്ലവത്തെ സംബന്ധിച്ച വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും ചൈനയോടും സോവിയറ്റ് യൂണിയനോടുമുള്ള നിലപാടുകളും ഇന്ത്യയിലെ നെഹ്റു ഗവൺമെന്റിനോടുള്ള സമീപനവും ഉൾച്ചേർന്നതായിരുന്നു. ഒറ്റ പാർട്ടിയായിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും കോൺഗ്രസിനോടുള്ള സമീപനം തന്നെ ഇരു പാർട്ടികളുടെയും പ്രധാന ചർച്ചകളിലൊന്ന് എന്നതാണ് ചരിത്രപരമായ സവിശേഷത. 1920-ൽ താഷ്കണ്ടിൽ വെച്ചാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് എന്ന് CPM പറയുമ്പോൾ അതല്ല, 1925 ഡിസംബറിൽ ഉത്തർപ്രദേശിലെ കാൺപൂരിൽ വെച്ചാണ് പാർട്ടി രൂപീകരിച്ചതെന്ന് CPI വ്യക്തമാക്കുന്നു. 1964-ൽ പാർട്ടി ഭിന്നിക്കുന്നതുവരെയും 1925-ലാണ് പാർട്ടി രൂപീകരിച്ചതെന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടായിരുന്നില്ലെന്നും CPIM രൂപീകരിച്ചപ്പോഴും അവർ പുതിയ രൂപീകരണ ചരിത്രം രൂപപ്പെടുത്തിയെന്നും CPI പറയുന്നു. മദ്രാസ്, ബോംബെ, കൽക്കത്ത തുടങ്ങിയ കേന്ദ്രങ്ങളിൽ പ്രവർത്തിച്ചു തുടങ്ങിയിരുന്ന വിവിധ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളുടെ ഒരു ഏകീകൃത സമ്മേളനം 1925 ഡിസംബർ 25 മുതൽ 28-ൽ കാൺപൂരിൽ വിളിച്ചു ചേർക്കുകയുണ്ടായി. 26-ന് ഇന്ത്യയിലെ തൊഴിലാളികളുടെയും കർഷകരുടെയും മോചനത്തിന് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കണമെന്ന തീരുമാനമെടുത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഇതാണ് CPI-യുടെ നിലപാട്. 1920-ൽ താഷ്കണ്ടിൽ MN റോയിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു എന്നത് നിഷേധിക്കുന്നില്ല. ഇതാണ് CPM ഉയർത്തിക്കാട്ടുന്ന രൂപീകരണ ചരിത്രം. 1928 ജൂലൈ മാസം റഷ്യയിൽ ലെനിന്റെ നേതൃത്വത്തിൽ നടന്ന കോമിറ്റൻ 6-ാമത് കോൺഗ്രസിൽ 1925 ഏപ്രിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് കൊറിയയും അതേ വർഷം ഡിസംബറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും രൂപീകരിച്ചതായി റിപ്പോർട്ട് ചെയ്തു എന്ന് CPI സമർത്ഥിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, 1951 ആഗസ്റ്റ് 19-ന് BT രൺദേവയുടെ അധ്യക്ഷതയിൽ ചേർന്ന CPI കേന്ദ്ര സെക്രട്ടേറിയറ്റ് ഇന്തോനേഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അയച്ച ഒരു കത്തിൽ 1925-ലാണ് പാർട്ടി രൂപീകരിച്ചതെന്ന് വ്യക്തമാക്കുന്നതായി CPI പറയുന്നു. എന്നാൽ ഇതൊക്കെയുള്ളപ്പോഴും 1920-ൽ തന്നെ പാർട്ടി രൂപീകരിച്ചു എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPM. 1943-ൽ ഒന്നാമത്തെ പാർട്ടി കോൺഗ്രസ് ബോംബെയിലും, രണ്ടാമത്തേത് 1948-ൽ കൽക്കത്തയിലും, മൂന്നാമത് കോൺഗ്രസ് 1950 മുതൽ മധുരയിലും, നാലാം കോൺഗ്രസ് 1956-ൽ പാലക്കാടും, അഞ്ചാം കോൺഗ്രസ് 1958-ൽ അമൃതസറിലും, ആറാം കോൺഗ്രസ് 1961-ൽ വിജയവാഡയിലുമാണ് ചേർന്നതെന്ന ചരിത്രം ഇരു പാർട്ടികൾക്കും ഒരുപോലെയാണ്. എന്നാൽ CPM 7-ാം പാർട്ടി കോൺഗ്രസ് 1964-ൽ കൽക്കത്തയിലും, CPI 7-ാം കോൺഗ്രസ് അതേ വർഷം ബോംബെയിലുമാണ് ചേർന്നത്. ഈ വ്യത്യാസത്തിന് കാരണം 1964-ലെ പാർട്ടി ഭിന്നിപ്പാണ്. 1962-ലാണ് അസം മേഖലയിൽ ചൈനയുടെ കടന്നുകയറ്റം ഉണ്ടാകുന്നത്. നെഹ്റുവിനെ സാമ്രാജ്യത്വ ചാരനെന്നും CPI നേതൃനിര റിവിഷനിസ്റ്റുകൾ എന്നും വിശേഷിക്കപ്പെട്ട കാലം. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ചൈന ശ്രമിച്ചു എന്ന് CPI സ്ഥാപിക്കുന്നത് ഈ സംഭവങ്ങളെ തുടർന്നാണ്. 1961-ലെ വിജയവാഡ പാർട്ടി കോൺഗ്രസോടുകൂടി കോൺഗ്രസുമായി ഐക്യമുന്നണി എന്ന വാദം ഉയർന്നു വന്നതായും അത് ശക്തമായ വാദപ്രതിവാദങ്ങൾക്ക് വഴിവെച്ചതായും വലതുപക്ഷം ആ നിലപാടുമായി മുൻപോട്ട് പോയപ്പോഴും 1964-ലെ നാഷണൽ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോയ 32 പേർ തെനാലിയിൽ യോഗം ചേർന്നാണ് CPIM രൂപീകരിച്ചതെന്നും 24-ാം പാർട്ടി കോൺഗ്രസിന്റെ ഘട്ടത്തിലും CPIM ആവർത്തിക്കുന്നു. നെഹ്റു ഗവൺമെന്റിനോടുള്ള സമീപനം ഐക്യവും സമരവും എന്നതാണെന്ന് വിജയവാഡ പാർട്ടി കോൺഗ്രസിൽ അജയ് ഘോഷ് നടത്തിയ പ്രസംഗത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ ജനാധിപത്യ മുന്നണി എന്നതാണ് അടിയന്തര കടമ എന്ന വാദം രൂക്ഷമായ തർക്കത്തിന് വഴിവെച്ചു.
ജനകീയ ജനാധിപത്യ മുന്നണി എന്നതായിരുന്നു മറുവാദം. പാർട്ടിക്കകത്ത് ഇങ്ങനെ വിവാദങ്ങൾ രൂക്ഷമായിരുന്നെങ്കിലും 1962 പൊതു തെരഞ്ഞെടുപ്പിൽ 32 സീറ്റുകളും 10.08% വോട്ട് വിഹിതവും CPI നേടിയിരുന്നു. ഇങ്ങനെ രാജ്യത്തെ നിർണായക ശക്തിയായി പാർട്ടി ഉയർന്നു വരുന്ന ഘട്ടത്തിലാണ് ഭിന്നിച്ച് 2 പാർട്ടികളായി നിലകൊള്ളുന്നത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ 2 പാർട്ടികളും വലിയ നിലയിൽ തിരിച്ചടി നേരിട്ട കാലമാണിത്. കേരളത്തിൽ മാത്രമാണ് ഇടതുപക്ഷ പാർട്ടി ഭരണം നിലവിലുള്ളത്. ഇന്ത്യ മുന്നണി വഴി 2 പാർട്ടികളും കോൺഗ്രസിനോടൊപ്പം ഒന്നുചേർന്ന കാലഘട്ടം കൂടിയാണിത്. എന്നാൽ കോൺഗ്രസ് നിലപാടുകളെ 2 പാർട്ടികളും രൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. കോൺഗ്രസിനോടൊപ്പം ഭരണം പങ്കിട്ട ചരിത്രം കേരളത്തിൽ CPIക്കുണ്ട്. പക്ഷേ അത്തരമൊരു നിലപാടിലേക്ക് ഇനി അവർ തിരിച്ചു പോകാനിടയില്ല. 64 ഭിന്നിപ്പിന് ശേഷം കരുത്തുകാട്ടിയ CPMന്റെ സംഘടനാബലം നിലവിൽ ചോർന്ന BJPക്ക് വളമാകുന്നു എന്ന വിലയിരുത്തലുകൾ ആ പാർട്ടിയിൽ നിന്ന് തന്നെ ഉയരുന്നു എന്നതാണ് മധുര പാർട്ടി കോൺഗ്രസിന്റെ പ്രത്യേകത.